കേരളത്തിന്റെ സാമൂഹ്യ രാഷ്ട്രീയ ചരിത്രത്തിൽ തന്നെ നിർണായകമായ ഒരു വിധിയായിരുന്നു ശബരിമല യുവതീ പ്രവേശന വിധി. അന്ന് ശബരിമല യുവതീ പ്രവേശത്തെ അനുകൂലിച്ച് നിലപാടെടുത്ത ഇടത് സർക്കാർ അതിനെ പുരോഗമനപരവും ഭരണഘടനാ ഉറപ്പ് നൽകുന്ന തുല്യത ഉറപ്പാക്കുന്നതുമായ നിലപാടായി സ്വീകരിക്കുകയും വ്യക്തമാക്കുകയും ഒക്കെ ചെയ്തതാണ്. തൊട്ടടുത്ത ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ കനത്ത തിരിച്ചടിയേറ്റതോടെ കാര്യങ്ങൾ മാറിത്തുടങ്ങി. സർക്കാരും മുന്നണിയും നിലപാടിൽ നിന്ന് പിന്നോട്ടു പോയി. ഇപ്പോൾ ഒരു നിയമസഭാ തെരഞ്ഞെടുപ്പിന്റെ പടിവാതിൽക്കൽ എത്തി നിൽക്കുമ്പോൾ ശബരിമല ആചാര സംരക്ഷണം ഉറപ്പാക്കുമെന്നാണ് പുതിയ നിലപാട്. ശബരിമല യുവതീ പ്രവേശനത്തിൽ യു ടേൺ എന്തിന്, എങ്ങനെയാണ് 4 വോട്ടിന് വേണ്ടി നവോത്ഥാനം വേണ്ടെന്ന് വെച്ചത് എന്നൊക്കെ പരിശോധിക്കേണ്ടതുണ്ട്. വിവരങ്ങളും വിശകലനങ്ങളുമായി രജിത് കുമാർ ചേരുന്നു. രജിത്ത്, 4 വോട്ടിന് വേണ്ടി നിലപാടിൽ വിട്ടുവീഴ്ച ചെയ്യില്ലെന്ന് നിരന്തരം പറയുന്ന പാർട്ടിയാണ് CPM. ശബരിമല യുവതീ പ്രവേശത്തിൽ ഇടത് സർക്കാരിന്റെ മലക്കം മറിച്ചിലാണ് കണ്ടത്. എന്തൊക്കെയാണ്? നമ്മൾ 2018 സെപ്റ്റംബറിലാണ് സുപ്രീം കോടതി ശബരിമലയിൽ യുവതീ പ്രവേശനം അനുവദിച്ചുകൊണ്ട് വിധി പ്രഖ്യാപിക്കുന്നത്. അതിനുശേഷം 3 പേരാണ് ശബരിമലയിലേക്ക് ദർശനത്തിനായി, 3 വനിതകളാണ് ശബരിമലയിലേക്ക് ദർശനത്തിനായി പ്രധാനമായും എത്താൻ ശ്രമിച്ചത്. അത് ആദ്യം രഹന ഫാത്തിമ എത്തി പകുതി വഴിക്ക് വെച്ച് മടങ്ങേണ്ട ഒരു സാഹചര്യമുണ്ടായി. പിന്നീട് ബിന്ദു അമ്മിണിയും കനകലതയെയും പോലീസിൻ്റെ തന്നെ സംരക്ഷണയിൽ ശബരിമലയിൽ എത്തിച്ച് ദർശനം നടത്തുന്ന ഒരു നിലപാടാണ് അന്നത്തെ CPM സർക്കാർ സ്വീകരിച്ചിരുന്നത്. ഇന്നിപ്പോൾ അതേ പിണറായി വിജയൻ സർക്കാർ തന്നെയാണ് ഇപ്പോൾ മറിച്ചൊരു നിലപാട് സുപ്രീം കോടതിയിൽ അറിയിക്കാൻ പോകുന്നത്. ഈ പുനഃപരിശോധനാ ഹർജിയുമായി ബന്ധപ്പെട്ടുകൊണ്ട് സർക്കാരിൻ്റെ സത്യവാങ്മൂലം തിരുത്തുന്നതുമായി ബന്ധപ്പെട്ടുകൊണ്ട് നിലപാട് അറിയിക്കാനാണ് ഇപ്പോൾ സുപ്രീം കോടതി സർക്കാരിനെയും അതുപോലെ തന്നെ ദേവസ്വം ബോർഡിനെയും അറിയിച്ചിരുന്നത്. നേരത്തെ തന്നെ ദേവസ്വം ബോർഡ് തങ്ങളുടെ നിലപാട് ഭക്തർക്കൊപ്പം നിൽക്കുന്ന ഒരു നിലപാടാണ് തങ്ങളുടേതെന്ന് അറിയിച്ചിരുന്നു. എന്നാൽ ഇന്ന് ചേർന്ന മന്ത്രിസഭാ യോഗത്തിലാണ് ഇപ്പോൾ സർക്കാരിൻ്റെ നിലപാട് അറിയിക്കാൻ പോകുന്നത്. സർക്കാർ നിലപാടും ഭക്തർക്കൊപ്പമുള്ള ഒരു നിലപാടിലേക്ക് തന്നെ അവർ എത്തിയിരിക്കുന്നു. ഈ ഒരു കാര്യത്തിൽ നേരത്തെ ഉണ്ടായിരുന്ന നിലപാട് യൂട്ടേൺ അടിക്കുന്ന ഒരു സാഹചര്യമാണ് സംസ്ഥാന സർക്കാർ ഇപ്പോൾ സ്വീകരിച്ചിരിക്കുന്നത്. അത് തന്നെ ഏറ്റവും പ്രധാനം തെരഞ്ഞെടുപ്പ് മുന്നിൽ കണ്ടുകൊണ്ടുള്ള ഒരു അജണ്ട തന്നെയാണ്, അല്ലെങ്കിൽ തെരഞ്ഞെടുപ്പ് മുന്നിൽ കണ്ടുകൊണ്ടാണ് ഇത്തരം ഒരു നിലപാടിലേക്ക് സർക്കാർ പോകുന്നത് എന്ന കാര്യത്തിൽ സംശയമില്ല. കാരണം പലതരത്തിലുള്ള പ്രശ്നങ്ങളാണ്, അല്ലെങ്കിൽ പലതരത്തിലുള്ള സമ്മർദ്ദങ്ങളാണ് തെരഞ്ഞെടുപ്പ് എടുത്തപ്പോഴേക്കും സർക്കാരിന് എത്തിക്കൊണ്ടിരിക്കുന്നത്. ഏറ്റവും പ്രധാനം സുധാകരൻ അടക്കമുള്ള ആളുകളുടെ നിലപാടുകൾ ഉൾപ്പെടെ സർക്കാരിന് ഏറെ ബുദ്ധിമുട്ടുകൾ തെരഞ്ഞെടുപ്പിൽ ഉണ്ടാകാൻ പോകുന്നുണ്ട്. അതിനെ മറികടക്കുന്നതിൻ്റെ ഭാഗമായി, അല്ലെങ്കിൽ അതിനെ മറികടന്ന് ഭക്തർക്കൊപ്പമാണ് തങ്ങൾ നിൽക്കുന്നത് എന്ന ഒരു നിലപാട് കൂടി എടുക്കുക എന്നതാണ് ഇപ്പോൾ സർക്കാർ സ്വീകരിച്ചിരിക്കുന്നത് എന്നാണ് നമുക്ക് മനസ്സിലാകുന്നത്. എന്തു തന്നെയായാലും അത്തരമൊരു നിലപാടിലേക്ക് സർക്കാർ പോകുന്നു. മുമ്പ് സ്വീകരിച്ചിരുന്ന നിലപാടിൽ നിന്നും വ്യത്യസ്തമായി ഭക്തർക്കൊപ്പം നിൽക്കുന്ന ഒരു നിലപാടിലേക്ക് സർക്കാർ പോവുകയാണ്. ഇതിനെയെല്ലാം എതിർത്തുകൊണ്ട് സർക്കാരിൻ്റെ കാപട്യമാണ് എന്ന് ചൂണ്ടിക്കാണിച്ചുകൊണ്ട് പ്രതിപക്ഷ നേതാക്കന്മാർ ഉൾപ്പെടെയുള്ളവർ രംഗത്തേക്ക് എത്തിയിട്ടുണ്ട്. എന്തുതന്നെയായാലും സർക്കാർ തങ്ങളുടെ നിലപാട് തിരുത്തുകയാണ്. യുവതീ പ്രവേശനത്തെ എതിർത്തുകൊണ്ട് സർക്കാർ അടുത്ത ദിവസം സുപ്രീം കോടതിയിൽ സത്യവാങ്മൂലം നൽകുകയാണ്. സുപ്രീം കോടതിയുടെ പ്രത്യേക ആവശ്യപ്രകാരമാണ് പുനഃപരിശോധനാ ഹർജി വീണ്ടും പരിഗണിക്കുമ്പോൾ ഇത്തരത്തിലൊരു നിലപാടെടുക്കാൻ സർക്കാർ തീരുമാനിച്ചിരിക്കുന്നത്. ശരി, എന്തായാലും ആചാര സംരക്ഷണത്തിന്റെ ഭാഗമായി നിൽക്കുമെന്ന് സർക്കാരും CPM-ഉം തീരുമാനിച്ച സാഹചര്യത്തിൽ ശബരിമലയിൽ സ്ത്രീകൾ കയറേണ്ട എന്ന ഉറച്ച നിലപാട് സംസ്ഥാന സർക്കാർ നാളെ സുപ്രീം കോടതിയിൽ വ്യക്തമാക്കും. വിശദാംശങ്ങൾ നൽകുകയായിരുന്നു രജിത് കുമാർ.